സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചില കേസുകളുമായി ബന്ധപ്പെട്ട് ജ്യോതിഷന്മാരുടെ പേരും ചർച്ചയ്ക്ക് ഹേതുവായിരിക്കുന്നു. അപ്പോൾ മുമ്പ് നമ്മളൊക്കെ കേട്ടതാണ് ഗ്രീഷ്മയുടെ ആ കൊലപാതകത്തിന് ഒരു പ്രചോദനം എന്ന് പറയപ്പെടുന്നു. എത്രത്തോളം വാസ്തവമുണ്ടെന്നറിയില്ല. ഒരു ജ്യോതിഷിയുടെ ഉപദേശമാണ്, ആദ്യ ഭർത്താവ് വാഴില്ല തുടങ്ങിയ ഉപദേശമാണ് ഗ്രീഷ്മയെ കൊണ്ട് കൊലപാതകം ചെയ്യാനുള്ള പ്രചോദനങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ വാസ്തവത്തെക്കുറിച്ച് ഗ്രീഷ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ നിങ്ങളും ഞാനും ഇക്കാര്യം വായിച്ചതാണ്, കേട്ടതാണ്. പിന്നെ ബാലരാമപുരം കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിലും ഒരു ജ്യോതിഷൻ്റെ അല്ലെങ്കിൽ ജ്യോതിഷിയുടെയൊക്കെ ഉപദേശവും സ്വാധീനിച്ചിട്ടുണ്ട് പ്രതിയെ എന്ന് പറഞ്ഞൊക്കെ കേൾക്കുന്നു. പലപ്പോഴും മുമ്പും ഇത്തരം അനിഷ്ട സംഭവങ്ങളിലൊക്കെ ചില ജ്യോതിഷൻ്റെ പേരൊക്കെ അല്ലെങ്കിൽ ജ്യോതിഷ ഉപദേശം ആണ് ഇതിലേക്കൊക്കെ തെളിച്ചതിൽ ഒരു കാരണമെന്ന് മുമ്പും വായിച്ചും പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ എത്രമാത്രം വാസ്തവമുണ്ട് എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് വേറെ കാര്യം. ഏതായാലും നിങ്ങളും ഞാനുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോഴാണ് വിശ്വാസികൾ ജ്യോതിഷനെ അല്ലെങ്കിൽ ജ്യോതിഷിയൊക്കെ കാണാൻ ചെല്ലുന്നത്. നാമൊക്കെ നല്ല സന്തോഷത്തിൽ ഇരിക്കുന്ന വേളയിലാരും ജ്യോതിഷനെ അല്ലെങ്കിൽ ജ്യോതിഷിയുടെ ഉപദേശം തേടാറില്ല എന്നത് നിങ്ങൾക്കും എനിക്കും അറിവുള്ള വിഷയമാണ്. ഇപ്പോൾ ജ്യോതിഷന്മാരിൽ തന്നെ കള്ളനാണയങ്ങളുമുണ്ട്. ജനുവിനായി ഈ മേഖല കൈകാര്യം ചെയ്യുന്നവരുമുണ്ട്. ജ്യോതിഷം കണക്കിൻ്റെ കളിയാണ്, അതൊരു ശാസ്ത്രമാണ്. ഇപ്പോൾ പടിഞ്ഞാറൻ നാടുകളിലും അമേരിക്ക തുടങ്ങിയ നാടുകളിലൊക്കെ ജ്യോതിഷത്തിന് അതിൻ്റേതായ വിലയുണ്ട്. അത് അവിടെ ഒരു ഫാക്കൽറ്റിയാണ്, അത് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ജ്യോതിഷത്തിൽ ലോകത്തുള്ള സകലരും ശരിയായ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു. അതിൽ പൊടിപ്പും തൊങ്ങലും അതിനെ ഒരു നിത്യവൃത്തിക്കുള്ള തൊഴിലും ആക്കുന്നവരുടെ കളികളാണ് പലപ്പോഴും ജ്യോതിഷം എന്ന ശാസ്ത്രത്തെ തന്നെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പുച്ഛത്തിന് പാത്രമാകുന്നത്. ഇപ്പോൾ ഇവിടെ ചില കേസുകളിലൊക്കെ ജ്യോതിഷന്മാരുടെ പേര് വലിച്ചിഴക്കപ്പെടുന്നു. അപ്പോൾ ശരിയായ ജ്യോതിഷൻ ഒരു നല്ല ഭിഷഗ്വരനെ പോലെയാണ്. കാരണം അയാൾ മറ്റുള്ളവരുടെ അധമ ചിന്തകളെ ഉണർത്തുകയോ അല്ലെങ്കിൽ തെറ്റായ നിർദ്ദേശങ്ങളും മറ്റും നൽകുകയോ ചെയ്യാറില്ല. യഥാർത്ഥ ജ്യോതിഷ ശാസ്ത്രത്തിൽ അവഗാഹജ്ഞാനമുള്ളവർ അവരൊക്കെ വിരളിൽ എണ്ണാവുന്നവരെ ലോകത്തുള്ളൂ എന്നത് വേറെ കാര്യം. ഇത് നിത്യവൃത്തിക്കുള്ള കൂലിത്തൊഴിലാക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഇപ്പോൾ പണ്ട് തിരുവനന്തപുരത്ത് നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിവുള്ളതാണ്, ഒരു ജ്യോതിഷൻ്റെ സ്ഥിരം പരസ്യം വാർത്താ മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ അധികം വരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഏലസുകൾ, അതായത് ചരടുകളും മറ്റ് യന്ത്രങ്ങളുമൊക്കെ ഏലസുകളൊക്കെ വിദേശങ്ങളിൽ പോലും അയച്ചു കൊടുക്കുന്നതാണ് എന്നൊക്കെ തുടങ്ങിയ പരസ്യങ്ങൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്. നമ്മുടെ തെക്കോട്ടുള്ളവർക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് ഒരു ജ്യോതിഷൻ്റെ പേര് മനസ്സിലുണ്ടാവും, നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും, അത് വേറെ കാര്യം. അപ്പോൾ ഈ മേഖലയിലെ ഈ ശാസ്ത്രം
രംഗത്തെ കള്ളനാണയങ്ങളെ നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ജ്യോതിഷൻ്റെ ശരിയായ ശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിഷ ശാസ്ത്രത്തിൽ അവഗാഹ ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് തെറ്റായ പാതയിലേക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ഒരിക്കലും കഴിയുമെന്ന് തോന്നുന്നില്ല. അതൊരു ഗൈഡൻസാണ്. ശരിയായ അസ്ട്രോളജിയിൽ അല്ലെങ്കിൽ ജ്യോതിഷ ശാസ്ത്രത്തിൽ ഉള്ളവർക്ക് മറ്റുള്ളവർക്കൊരു ഗൈഡൻസ് നൽകാൻ കഴിയും, അത്രയേ ഉള്ളൂ. അല്ലാതെ താൻ എന്ന് ചാകുമെന്നോ അല്ലെങ്കിൽ ആകാശം എന്നിടിഞ്ഞ് വീഴുമെന്നോ ഒരുത്തനും പ്രവചിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ മീഡിയയിലൊക്കെ ധാരാളം കള്ളനാണയങ്ങൾ ലോകാവസാനത്തെക്കുറിച്ചും ആകാശം ഇടിഞ്ഞ് വീഴുന്ന ദിനത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. അപ്പോൾ ജാഗ്രത സുഹൃത്തുക്കളെ. നാമൊക്കെ ദുഃഖം വരുമ്പോഴാണ് ജ്യോതിഷന്മാരുടെ അടുത്ത് ചെല്ലുന്നത്. ഇത് ഈ കള്ളനാണയങ്ങൾ മുതലാക്കുകയും ചെയ്യുന്നു. ഇതൊരു തൊഴിലാക്കി ഈ മേഖലയിൽ ഇതിൻ്റെ കാൽക്കുലേഷനും അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തിൽ അവഗാഹ ജ്ഞാനമുള്ള ജ്യോതിഷന്മാരുണ്ട്. അത് നിങ്ങൾക്കും എനിക്കും അറിയാം. അവരെ അല്ല ഞാൻ ഈ കള്ളനാണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മേഖലയിലും ഇപ്പോൾ ഡോക്ടേഴ്സിലും വ്യാജന്മാരുണ്ട്, ആഹാര പദാർത്ഥങ്ങളിലും ഫുഡ് പ്രോഡക്ട്സിലും വ്യാജ സംഭവങ്ങളുണ്ട്. അതുപോലെ എല്ലാ മേഖലകളിലും ഇന്ന് വ്യാജന്മാരുണ്ട്. അപ്പോൾ വ്യാജ ജ്യോതിഷന്മാരെ ജാഗ്രത. നിങ്ങളുടെ തൊഴിൽ അവസാനിപ്പിക്കാനുള്ള ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. വ്യാജന്മാർക്കാണ് ഈ മുന്നറിയിപ്പ്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം. ഇനിയെങ്കിലും പ്രതികരിക്കുക. കന്യാകുമാരി ജില്ലയിൽ നിന്നും മലയാളത്തിൽ വീഡിയോ ചെയ്യുന്ന എന്നെ നിങ്ങൾ വേണ്ട വിധം അംഗീകരിച്ചിട്ടുണ്ടോ ഈ ജില്ലയിലെ മലയാളികളെന്ന സംശയമുണ്ട്. പ്രതികരിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയെങ്കിലും മൗനം വിട്ടുണരുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.